ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എസ് എം ടി, അതെങ്ങനെയാണ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് എസ് എം ടി എന്ന് പറഞ്ഞു തുടങ്ങാം. എസ് എം ടിയുടെ ഫുൾ ഫോമാണ് സ്മാർട്ട് മണി ടെക്നിക്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് സംഭവിക്കുന്ന റിവേഴ്സൽ നമുക്ക് ഈ എസ് എം ടി മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കോറിലേറ്റ് പെയർസ് ആണ്. ഐ മീൻ രണ്ട് പെയർസ് നമ്മൾ യൂസ് ചെയ്യണം. ഒരു കോറിലേറ്റഡ് പെയർസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെയറിൻ്റെ മൂവ്മെൻറ്റ്സ് മറ്റൊരു പെയറായിട്ട് അഫക്റ്റ് ചെയ്യണം. ഐ മീൻ ഇപ്പോൾ നമ്മൾ യൂറോ യു എസ് ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതൊരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ ജി ബി പി യു എസ് ടിയും അതേപോലെ ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ യൂറോ യു എസ് ടി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യു എസ് ടി വരുന്നത് യു എസ് ടിൻ്റെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ യു എസ് ടി ഇൻഡെക്സ് ഉണ്ട് DXY. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂറോ യു എസ് ടി ബുള്ളിഷ് ആണെങ്കിൽ സെയിം വേയിൽ ഈ DXY ഒരു ബിയർഷ് മാർക്കറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതേ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അപ്പം മാർക്കറ്റ് നമ്മൾ ഐ മീൻ ആ രണ്ട് കറൻസികൾ തമ്മിൽ അല്ലെ ആ പെയർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം. ഒന്നിൻ്റെ മൂവ്മെൻറ്റും മറ്റേട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ വരുന്ന കറൻസിയാണ് നമ്മൾ എസ് എം ടി നോക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഡ്രോ ചെയ്തേക്കുന്നത് കാണിച്ചിരിക്കുന്ന യൂറോ യു എസ് ടിൻ്റെ ഒരു ചാർട്ടായിട്ടും DXYൻ്റെ ചാർട്ടായിട്ടുമാണ്. അതിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും യൂറോ യു എസ് ടി ഒരു ബുള്ളിഷായിട്ട് മൂവ്മെൻറ്റ്സ് നടക്കും. അതേ സെയിം വേയിൽ തന്നെ DXY ഒരു ബിയറിഷായിട്ട് മൂവ്മെൻറ്റ് നടത്തുമായിരിക്കും. എന്ന് വെച്ചാൽ ഏകദേശം സെയിം പോയിൻറ്റ്സ് തന്നെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ DXYയിലുള്ളൊരു ഹൈയും ഉണ്ട്, യൂറോ യു എസ് ടിയിലൊരു ഒരു ലോയും ഉണ്ട്. ഐ മീൻ സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും ഉണ്ട്. അപ്പോൾ യൂറോ യു എസ് ടിയിൽ ആ സ്വിംഗ് ലോ എടുത്തു സ്വീപ്പ് ചെയ്ത് മുകളിലോട്ടൊരു ഷിഫ്റ്റ് വന്ന സമയത്ത് DXYയിൽ ആ സ്വിംഗ് ഹൈ എടുക്കാണ്ട് താഴോട്ടൊരു ഷിഫ്റ്റ് വന്നു. എന്നുവെച്ചാൽ സെയിം സമയത്തുള്ളൊരു ഹൈയും ലോയും ആയിരുന്നത്. പക്ഷേ അത് രണ്ട് സമയം എടുത്ത സമയത്ത് എന്താക്കി യൂറോ യു എസ് ടിയിൽ ആ സ്വിംഗ് ലോ എടുക്കുകയും DXYയിൽ ആ സ്വിംഗ് ഹൈ എടുക്കാണ്ട് ഷിഫ്റ്റ് നിന്നു. അപ്പം നമുക്ക് അവിടെ ഒരു എസ് എം ടി ഫോം ആയെന്ന് പറയാം. അപ്പം നമുക്കന്ന് ചാർട്ടിൽ പോയി നോക്കി നോക്കാം. ഞാനിവിടെ എടുത്തത് യൂറോ യു എസ് ടിൻ്റെ ഒരു ചാർട്ടും അതേപോലെ തന്നെ DXY ഐ മീൻ യു എസ് ടിൻ്റെ ഇൻഡെക്സിൻ്റെ ഒരു ചാർട്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. DXY ഒരു ഡൗൺ ട്രെൻഡിൽ പോകുമ്പോൾ അതേ സെയിം വെയിലായിരിക്കും യൂറോ യു എസ് ടി ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ പോകുന്നത് കാണാൻ പറ്റിയ ഒരേ സെയിം ക്യാൻഡിൽസ് അതേ സമയത്ത് തന്നെ അതിൻ്റെ കറക്റ്റ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ യൂറോ യു എസ് ടി സംഭവിക്കുന്ന എന്ത് മൂവ്മെൻറ്റാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് DXY സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് ഞാൻ എസ് എം ടി വരച്ച് കാണിച്ചു തരാം. ഇവിടെ ആ ഒരു DXY സ്വിംഗ് ലോ മാർക്കറ്റ് അത് എടുത്തു. ആ സ്വിംഗ് ലോ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കുന്ന സമയം ആ മാർക്കറ്റ് ആ സമയത്ത് സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്താണ് ഒരു റിവേഴ്സൽ വന്നത്. അതേപോലെ തന്നെ യൂറോ യു എസ് ടി വരുമ്പോൾ ആ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാണ്ട് റിവേഴ്സൽ വന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എസ് എം ടി ഫോം ആയി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എസ് എം ടി നോക്കുന്നത്. ഒരേ കോറിലേറ്റഡ് പെയർസിൽ വരുന്നൊരു സെയിം സ്വിംഗ് ഹൈയോ സ്വിംഗ് ലോയോ ഒരു പേരിൽ സ്വിംഗ് ഹൈ ആണ് മറ്റേ പേരിൽ അതേ സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്വിംഗ് ലോ ആയിരിക്കും. അപ്പോൾ ആ സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്യാണ്ടും മറ്റേ സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്ത് മൂവ്മെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിലൊരു ചേഞ്ച് തന്നു കഴിഞ്ഞാൽ നമുക്കവിടെ റിവേഴ്സൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് മൂവ്മെൻറ്റ് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എസ് എം ടി ഫൈൻഡ് ചെയ്യുന്നത്, അത് വെച്ച് ട്രേഡ് നോക്കുന്നതും. അപ്പോൾ നമുക്ക് 1 ഹവറിൽ കൂടി ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ DXYയിൽ അവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതേപോലെ തന്നെ അതേ സെയിം ടൈമിൽ തന്നെ യൂറോ യു എസ് ടി ഒരു സ്വിംഗ് ലോയും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും DXYയിൽ ആ സമയത്തുണ്ടായിരുന്ന സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്യാതെയും അതേപോലെ തന്നെ ആ സമയത്ത് സെയിം ടൈമിലുണ്ടായിരുന്ന യൂറോ യു എസ് ടിയിലെ സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്തു മാർക്കറ്റ് ഒരു റിവേഴ്സൽ തരുന്നത്. DXYയിൽ നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സ്വീപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ യൂറോ യു എസ് ടിയോട്ട് വരുമ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ സ്വീപ്പ് ചെയ്താണ് ആ മൂവ്മെൻറ്റ് തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് എസ് എം ടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ചാർട്ടിൽ പോയി ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എസ് എം ടി എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നും അതെങ്ങനെയാണ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നു നിങ്ങൾക്ക് മനസ്സിലായെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോറിലേറ്റ് പെയർസ് അയക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം ടൈമിൽ ഇപ്പോൾ ആ ഒരു പെയറിലുണ്ടായ അതേ സെയിം ടൈമിൽ തന്നെ ഉണ്ടായ സ്വിംഗ് ഹൈയോ സ്വിംഗ് ലോയോ ആണെന്ന് നോക്കണം നിങ്ങൾ. ഇപ്പം സപ്പോസ് ഇപ്പോൾ യൂറോ യു എസ് ടിയിലാണെങ്കിൽ ഇപ്പോൾ GBP നമുക്ക് നോക്കാം. കാരണം യൂറോ യു എസ് ടിയും GBP യു എസ് ടിയും സെയിം വേവ് ലെങ്ത്തിലാണ് പോകുന്നത്. യൂറോ യു എസ് ടി ബുള്ളിഷ് ആണെങ്കിൽ അതേപോലെ തന്നെ GB യു എസ് ടിയും ബുള്ളിഷ് ആയിരിക്കും. അപ്പം ആ രണ്ട് പേർ നമ്മൾ കോറിലേറ്റഡ് ആണ്. അപ്പം ആ രണ്ട് പേർ നമ്മൾ ഒരേ സമയം ഉണ്ടാക്കുന്ന ഒരു സ്വിംഗ് ഹൈയോ സ്വിംഗ് ലോയോ ആയിരിക്കണം വേറെ സമയത്ത് സ്വീപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യാണ്ട് പോകേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ടൈമിലുള്ള സ്വിംഗ് ഹൈയോ സ്വിംഗ് ലോയോ ആയിരിക്കണം. അതേപോലെ DXY വരുമ്പോഴും ഇതേ സെയിം തന്നെ നിങ്ങൾ നോക്കേണ്ടതാണ്. ഒരേ സമയത്തുള്ളൊരു സ്വിംഗ് ഹൈയോ സ്വിംഗ് ലോയോ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം എല്ലാവർക്കും എസ് എം ടി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു കൺഫർമേഷൻ മാത്രമാണ്. ഐ മീൻ ഇത് മാത്രം ബ്ലൈൻഡ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ കുറേ മെത്തേഡ് കൺഫർമേഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു കൺഫർമേഷൻ മാത്രമാണ് എസ് എം ടി. അപ്പോൾ അത് നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.